ഇനിയും കാണാം സൂറത്തുൽ മുനാഫിഖൂൻ, അവരുടെ നാമത്തിൽ തന്നെ, അവരുടെ പേരിൽ തന്നെയും ഒരു അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ മുനാഫിഖൂന. അതിൽ പറയുന്നത് എന്താ? ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ് ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. അവരുടെ തോലി ഉരിച്ച സൂറത്താണത്. എന്താ അതിൻ്റെ അർത്ഥം? ഇദാ ജാഅകൽ മുനാഫിഖൂന, മുനാഫിഖുകൾ നബിയെ താങ്കളുടെ സമീപത്ത് വന്നാൽ അവർ പറയും, വായ കൊണ്ടവർ പറയും, നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു. അതിന് അല്ലാഹ് മറുപടി പറഞ്ഞതെന്താ? വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, താങ്കൾ അള്ളാഹിൻ്റെ റസൂലാണെന്നതിന് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അത് അള്ളാഹുവിനറിയാം. തന്നെയുമല്ല, വല്ലാഹു യശ്ഹദു, അല്ലാഹ് സാക്ഷി വഹിക്കുന്നു. എന്തിന്? ഇന്നഹും ലഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഈ മുനാഫിഖീങ്ങൾ നുണയാണാ പറയുന്നത്, കള്ളം പറയുന്നവർ തന്നെയാണ്. പിന്നെ എന്തിനാ അവർ ഈ സത്യമൊക്കെ പറയുന്നത്? ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ, അവരുടെ സത്യങ്ങളെയൊക്കെ അവരാക്കി തീർത്തിരിക്കുകയാണ്. ജുന്നത്തൻ, ഒരു മറയാണ് അവർക്ക്. അവരെന്തിനാ വല്ലാഹി പറയുന്നത്, സുമ്മ വല്ലാഹി പറയുന്നത്, അൽഫ വല്ലാഹി, 1000 സത്യം എന്നൊക്കെ അവർ അല്ലാഹുവിൻ്റെ പേരിൽ ആണയിടുന്നത് എന്തിനാ? അതൊക്കെ ഒരു മറയാണ്. ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ്. അങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ വരാതെ അതിനെ തടയിടാനുള്ള അവരുടെ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് അവരപ്പുറവും തല കാണിക്കുന്നു, ഇപ്പുറത്തും വന്ന് തല കാണിക്കും. അവർക്ക് ലക്ഷ്യം വേറെയാണ് നബിയേ. വളരെ കൃത്യമായി അവരുടെ ഉള്ളുകളിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അവരതൊക്കെ ഒരു മറയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്ന ചെയ്തികളൊക്കെ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്താ കാരണം? ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. അവരാദ്യമൊക്കെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു, പിന്നീട് ആ വിശ്വാസത്തിൽ നിന്ന് അവർ ഒളിച്ചോടി കാഫിറുകളായി. അങ്ങനെ ആ സ്വഭാവത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി, അവിടെയും പങ്കെടുത്തു ഇവിടെയും പങ്കെടുത്തു, അവിടെയും തല കാണിച്ചു ഇവിടെയും തല കാണിച്ചു. അങ്ങനെ ഈമാനിനൊരു വിലയുമില്ലാതെ ദുന്യാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈമാനിൽ നിന്ന് കുഫറിലേക്ക് ഇങ്ങനെ ചാടിക്കളിച്ചു വന്നതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളതാ മുദ്ര കുത്തപ്പെട്ടുപോയി, അതങ്ങ് സീല് വെക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിവരമില്ലാത്ത കൗമാണത്. ഇതാ മുനാഫിഖിന്റെ സ്വഭാവം, ഇതാണ് മുനാഫിഖിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അവരെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ നിഫാഖ് പറയും. അവരറിയാതെ പറയുന്നതല്ല, മനഃപൂർവം 2 കൂട്ടരുടെ അടുക്കലും പോയിട്ട് അവർ നുണ പറയും. 2 കൂട്ടരെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല തെളിഞ്ഞ മോമിനീങ്ങൾ ഒരു ഭാഗത്ത്, തെളിഞ്ഞ കാഫിറുകൾ ഒരു ഭാഗത്ത്. അവർക്ക് അവരുടെ കുഫറിൽ ആത്മാർത്ഥതയുണ്ട്, അത് അവർ തുറന്നു പറയും. അതേ അവസരത്തിൽ ഇത് രണ്ടിനുമിടയിൽ കിടന്ന് കളിച്ച് പുറത്തും ഇപ്പുറത്തുമൊക്കെ പോയി അവിടെയും ഇവിടെയുമൊക്കെ പങ്കെടുത്ത് നേട്ടം കൊയ്യാൻ വേണ്ടി നടക്കുന്നവനാണ് മുനാഫിഖ്. അതുകൊണ്ടല്ലേ മുനാഫിഖിനെ കുറിച്ച് ഇത്ര ഗൗരവത്തോടെ അള്ളാഹു പറയുന്നത്. ഒരു കാഫിറിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗ്യമായി നമുക്ക് മനസ്സിലാകും. അതിനെ പ്രതിരോധിക്കാൻ നമുക്കും ചില മാർഗങ്ങളുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്ന് ഈ രൂപത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന മുനാഫിഖിനെ കുറിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, അവർ കാഫിറുകളോടും പറയും ആത്മാർത്ഥതയില്ലാത്ത വർത്തമാനം, മോമിനീങ്ങളോടും പറയും ആത്മാർത്ഥതയില്ലാത്ത വർത്തമാനം.
കാരണം അവർക്ക് ജീവിച്ചു പോവുക വേണ്ടു. അതിന് പറ്റിയോടത്ത് പറ്റിയത് പോയിട്ട് പറയും. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഹശ്റിൽ 11-12 ആയത്തുകളിൽ അല്ലാഹു അവരുടെ സ്വഭാവം പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹിമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി ലഇൻ നുഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും വലാ നുതീഉ ഫീകും അഹദൻ അബദാ വഇൻ ഖൂതിൽതും ലനൻസുറന്നകും വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ ലഇൻ നുഖ്രിജൂ ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലൂ ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ. കണ്ടോ അവരുടെ സ്വഭാവം? എന്താ അവർ പറയുന്നത് അറിയോ? നബിയെ താങ്കൾ നോക്കൂ, അലം തറ ഇലല്ലദീന നാഫഖൂ, ഈ കാപട്യം തൊഴിലായി സ്വീകരിച്ച മുനാഫിക്കുകളിലേക്ക് താങ്കൾ നോക്കിയില്ലേ? താങ്കൾ അവരെ കണ്ടില്ലേ? എന്ത്? യഖൂലൂന, അവര് പോയി പറയും, ലി ഇഖ്വാനിഹിമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നുള്ള കാഫിറുകളായ ആളുകളായ അവരുടെ സഹോദരങ്ങളുണ്ടല്ലോ, അഥവാ യഹൂദികളോട്, നസറാനികളോട്. അങ്ങനെ അവർ തൽക്കാലത്തിന് അവർ കൂട്ടുചേർന്നിട്ടുള്ള യഹൂദികളുണ്ടല്ലോ, ആ യഹൂദി കമ്പനിയിൽപ്പെട്ട അവർ വലിയ ചങ്ങാത്തം പുലർത്തുന്ന അവരുടെ സഹോദരങ്ങളില്ലേ, അവരുടെ അടുക്കൽ പോയിട്ട് മുനാഫിക്കുകൾ എന്താ പറയാറുള്ളത്? ലയോ യഹൂദികളെ, സഹോദരങ്ങളെ, ലഇൻ നുഖ്രിജ്തും, നിങ്ങളെങ്ങാനും പുറപ്പെടുവിക്കപ്പെട്ടാൽ, നിങ്ങളെ ഈ മദീനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിൽ, ലനഖ്റുജന്ന മഅക്കും, അങ്ങനെ നിങ്ങൾ ഒറ്റക്കൊന്നും അങ്ങ് മദീനയിൽ നിന്ന് പോകേണ്ടി വരില്ല. ഞങ്ങൾ നിങ്ങളെ ആളുകളാണ് കേട്ടോ, അതുകൊണ്ട് ഞങ്ങളും ഉണ്ടാകും നിങ്ങളുടെ പിറകെ. അങ്ങനെ നിങ്ങളെ മാത്രമായിട്ടാണ് പുറത്താക്കാറൊന്നും മുഹമ്മദ് ഞങ്ങൾ സമ്മതിക്കൊന്നുമില്ല. നിങ്ങളാണ് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. എന്താ വർത്താനല്ലേ, സുഖിപ്പിക്കുന്ന വർത്താനം. അങ്ങനെ അവര് പറയും. മാത്രമല്ല അവര് പറഞ്ഞിരുന്നു, വലാ നുതീഉ ഫീകും അഹദൻ അബദാ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ വിട്ട് ഞങ്ങൾ ഒരാളെയും അനുസരിക്കൂല, നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ആരെന്ത് തീരുമാനം പറഞ്ഞാലും അതിന് നിന്നുകൊടുക്കാൻ, അനുസരിച്ചു കൊടുക്കാൻ, നിങ്ങൾക്കെതിരായി നിൽക്കാൻ ഞങ്ങളെ ഒരിക്കലും കിട്ടൂല. തീർന്നില്ല, പിന്നെയും അവര് പറയുന്നത് നോക്കൂ, സുഖിപ്പിക്കുന്ന വർത്തമാനം യഹൂദികളോട്. വഇൻ ഖൂതിൽതും, ഇനി നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാലോ, അവര് മുസ്ലിമീങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നാലോ, ലനൻസുറന്നകും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ അവർക്കെതിരെ പൊരുതും. അല്ലാഹു പറയാണ്. അള്ളാഹു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അള്ളാഹ്ക്കല്ലത് പറയാൻ കഴിയുള്ളൂ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു ഇതാ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയാണ്, ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവര് കള്ളം പറയുന്നവർ തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ എല്ലാ കാലത്തുള്ള മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. എന്നും ഉണ്ടാവും ഈ പ്രകൃതക്കാർ. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. തീർന്നില്ല, അള്ളാഹു അവരുടെ കള്ളി വെളിച്ചത്താക്കുന്നത് നോക്കൂ. ഇതൊക്കെ അവർ പറഞ്ഞ വർത്തമാനങ്ങളാണ്. ഇനി വാസ്തവത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ലഇൻ നുഖ്രിജൂ, അവര് പുറത്താക്കപ്പെട്ടാൽ, ലാ യഖ്റുജൂന മഅഹും, ഈ മുനാഫിക്കുകൾ അവരുടെ കൂടെ പോകുമോ? പോകില്ല. പുറത്താക്കപ്പെട്ടാൽ ഞങ്ങൾ അങ്ങനെയാണ്, ഒറ്റക്കൊന്നും പോകേണ്ടി വരില്ല, ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അവരെയൊന്നും കാണൂല. ഇനി വലഇൻ ഖൂതിലൂ, ഇനി ഇവർ യുദ്ധം ചെയ്യപ്പെട്ടാലോ ഞങ്ങൾ ഉണ്ടാകുന്നല്ലേ പറഞ്ഞത്. ലാ യൻസുറൂനഹും, അവരെ ഇവർ സഹായിക്കുകയുമില്ല. ഇനി വലഇൻ നസറൂഹും, ഇനി അഥവാ സഹായിച്ചു എന്ന് സങ്കൽപ്പിക്കുക. എങ്ങനെ? യുദ്ധത്തിന് ഒപ്പം പോയി എന്ന് സങ്കൽപ്പിച്ചോളൂ. എന്നാൽ എന്താണ് അവരുടെ സ്വഭാവം? ലയുവല്ലുന്നൽ അദ്ബാർ,
അവര് പോയ വഴിക്ക് തന്നെ ഇങ്ങോട്ട് പിന്തിരിഞ്ഞ് ഓടുക തന്നെയും ചെയ്യും. സുമ്മലായും സറൂൻ, പിന്നെ ഒരിക്കലും അവര് സഹായിക്കപ്പെടുകയുമില്ല. എത്ര ക്ലിയർ ആണല്ലേ! റഹ്മാനായ റബ്ബിനെ ഇത് പറയാൻ കഴിയുള്ളൂ. ഇതാണ് മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞ വ്യാഖ്യാനത്തിന് ഉപോത്ബലകമായ ആയത്തുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. എന്താ അവിടെ അല്ലാഹ് പറയുന്നത്? നിങ്ങളെ സത്യമൊക്കെ ആർക്ക് വേണടാ? ഖുൽ ലാ തുഖ്സിമു, പറയൂ നബിയെ, ലാ തുഖ്സിമു, നിങ്ങൾ സത്യം ചെയ്യണ്ടടോ. ആർക്ക് വേണം നിങ്ങളുടെ സത്യം? കാരണം താഅത്തുൻ മഅറൂഫ, അനുസരണമൊക്കെ അറിയപ്പെട്ടതല്ലേ. നിങ്ങളുടെ അനുസരണോ നിങ്ങളുടെ അച്ചടക്കൊക്കെ ഇവിടെ വിവരമുള്ളതല്ലേ ഞങ്ങൾക്കൊക്കെ. ഇപ്പം നിങ്ങൾ സത്യം ചെയ്യണം എന്തിനാ? നിങ്ങളെ സത്യമൊന്നും ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ വെറുതെ നുണയെ പറയുള്ളൂ, അപ്പം അതിലൊന്നും കാര്യമില്ല. ഇതാണ് ഒന്നാം വ്യാഖ്യാനം.